ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ ഡിവൈൻ എമിസറി എന്ന ചൈനീസ് ഡ്രാമയാണ്. ഡ്രാമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഡ്രാമയിലോട്ട് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ പഠിക്കാൻ തീരെ താല്പര്യമില്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കണം നമ്മുടെ ഹീറോയിനും. പഠിത്തത്തിൽ നല്ല ബാക്കിലോട്ടാണ്. മാത്രമല്ല പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ നോക്കിയതിൻ്റെ പേരിൽ അവളെ ഇന്ന് സാർ പൊക്കുകയും ചെയ്തു. ക്ലാസ്സിൽ നടന്ന സംഭവം അമ്മയെ വിളിച്ച് സാറ് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തിയ നമ്മുടെ ഹീറോയിന് അവിടുന്ന് കിട്ടി കണക്കിന്. നിന്റെ പ്രായത്തിൽ ഉള്ള എല്ലാ പിള്ളേരും ഇപ്പോൾ കോളേജിലെത്തി, നീ മാത്രം ഇങ്ങനെ തോറ്റ് സ്കൂളിലിരുന്നോ? നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് അമ്മ നല്ലോണം വഴക്ക് പറഞ്ഞു. അമ്മയുമായി എപ്പോൾ വഴക്കിട്ടാലും നമ്മുടെ ഹീറോയിൻ ബാക്ക് പാക്കും എടുത്ത് ഒരു പോക്കുണ്ട്. അത് അവളുടെ അച്ഛൻ്റെ ഓർമ്മകളുള്ള ഒരു ബ്രിഡ്ജിലോട്ടാണ്. ഈ ബ്രിഡ്ജ് അവളുടെ അച്ഛൻ പണ്ട് പുതുക്കി പണിത ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞ ശേഷം അവളുടെ അച്ഛൻ അവിടെ വെച്ച് മരിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവളുടെ അച്ഛൻ്റെ ഓർമ്മകൾ നിറഞ്ഞ ആ ബ്രിഡ്ജിലൂടെ അവൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കെ അന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. അന്ന് അവൾ അവിടെ ഒരു പോർട്ടൽ കണ്ടു. ആ പോർട്ടലിലോട്ട് നോക്കിയപ്പോൾ അവിടെ കാണുന്നത് ചീ കിങ്ഡമാണ്. അവിടെ ഇപ്പോൾ ഭയങ്കര വരൾച്ചയുടെ സമയമാണ്. സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നു, മഴയില്ല, ഒരുപാട് വരൾച്ച. അങ്ങനെ അത് കണ്ട് അവൾ വിചാരിക്കുന്നു, എന്നെ കൊണ്ട് ഒരു ഉപകാരവുമില്ല, ഈ ലോകത്തിന് എന്നെ വേണ്ട, എന്നാൽ പിന്നെ ഇവിടെ നിന്ന് അപ്രത്യക്ഷയാവുമല്ലേ നല്ലത് എന്ന് പറഞ്ഞ് അവൾ ആ പോർട്ടലിലോട്ട് എടുത്തു ചാടുകയും ചെയ്തു. ഇപ്പുറത്ത് ചീ രാജ്യത്ത് മാസങ്ങളോളമായി മഴയില്ലാതെ വെള്ളമില്ലാതെ വരൾച്ചയിലായ രാജ്യത്തെ ജനങ്ങളും മന്ത്രിമാരും എല്ലാവരും രാജാവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ രാജാവും മഴയ്ക്ക് വേണ്ടി അവരുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ മഴ പെയ്യില്ല എന്ന് ഉറപ്പിച്ച നമ്മുടെ രാജാവ് അവരുടെ ജനങ്ങളുടെയും മന്ത്രിമാരുടെയും ഒക്കെ സമാധാനത്തിന് വേണ്ടി ഒരു കാറ്റാടി ഉപയോഗിച്ച് അതിലൂടെ വെള്ളമൊഴിച്ച് മറ്റുള്ളവരെ മഴ പെയ്യുന്നതായിട്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഒരു സന്തോഷം, മഴ പെയ്തു എന്നുള്ള സന്തോഷം അധിക നേരം നിലനിന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ കാറ്റാടികളെല്ലാം ഒടിഞ്ഞ് താഴെ വീണ് കൃത്രിമ മഴ അവിടെ വെച്ച് നിന്നു. പ്രജകളെല്ലാം, മന്ത്രിമാരും പ്രജകളും എല്ലാവരും പിന്നെയും ആശങ്കയിലായി. അതെ, പ്രാർത്ഥനയൊക്കെ മതി, ഇനി ബാക്കി നാളെ നോക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന രാജാവ് പെട്ടെന്ന് ആ ബാരലിൽ നിന്നും വല്ലാത്ത സൗണ്ട് കേട്ടു. അങ്ങനെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പോയി നോക്കിയ നമ്മുടെ രാജാവിന് പെട്ടെന്ന് 2 കൈകൾ വന്ന് അതിലോട്ട് മുക്കി. തിരിച്ചുയർന്ന രാജാവിൻ്റെ കൂടെ നമ്മുടെ ഹീറോയിനും പൊങ്ങി വന്നു. അങ്ങനെ അവർ പരസ്പരം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നു. അവളെ കണ്ടു ഭയന്ന രാജാവ്, നീ ആരാ, എവിടുന്ന, എങ്ങനെ ഇതിൽ വന്നു എന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നു, ഞാനൊരു സാധാ കോളേജ് സ്റ്റുഡൻ്റാണ്, എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ എന്നാൽ തിരിച്ചു പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ മുങ്ങി നോക്കുമ്പോൾ അവൾക്ക് തിരിച്ചു പോവാൻ കഴിയുന്നില്ല. അവൾ പിന്നെയും പൊങ്ങി തന്നെ വന്നു. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ, ഞാനൊരു സാധാരണ പെൺകുട്ടിയല്ല, നിങ്ങളുടെ രാജ്യത്ത് മഴയില്ലാതെ വെള്ളമില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ മാനിച്ച് അങ്ങ് സ്വർഗത്തിൽ നിന്നും വന്ന ഡിവൈൻ എമിസറിയാണ് ഞാൻ നിങ്ങൾക്ക് മഴ നൽകാൻ വേണ്ടി വന്നവളാണ്. അങ്ങനെ അവൾ പറഞ്ഞുകൊണ്ട് മഴയ്ക്ക് വേണ്ടി അവിടെ നിന്ന് തന്നെ ഉറക്കെ പ്രാർത്ഥിക്കുന്നു. അവളുടെ ഭാഗ്യമെന്ന് പറയട്ടെ, അപ്പം തന്നെ ഇടിച്ചുകുത്തി മഴയും പെയ്തു. അങ്ങനെ എല്ലാവരും അവൾ ഡിവൈൻ എമിസറിയാണെന്നും സ്വർഗത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ വന്ന മാലാഖയാണെന്നും പറഞ്ഞ് അവളെ എല്ലാവരും വണങ്ങി. അങ്ങനെ എല്ലാവരും അവളെ വണങ്ങിയ നേരം കൊണ്ട് അവൾ മെല്ലെ അവിടെ നിന്നും എസ്കേപ്പായി. പെട്ടെന്ന് മഴ നിന്നതറിഞ്ഞ് നോക്കിയ നമ്മുടെ മന്ത്രിമാരും രാജാവും അവിടെ ഡിവൈൻ എമിസറിയെ കാണാനില്ല. അങ്ങനെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു, അത് ഡിവൈൻ എമിസറി തന്നെയാണ്, അവർക്ക് മഴ നൽകാൻ വന്ന മാലാഖ തന്നെയാണ്. അവിടെ നിന്നും എസ്കേപ്പായ നമ്മുടെ ഹീറോയിന് എങ്ങോട്ട് പോകണമെന്നറിയാതെ ആ പാലസ് മുഴുവനും ചുറ്റി നടക്കുന്നു. അങ്ങനെ ഒരു റൂമിലോട്ട് കയറുന്നു. അവിടെ ചെന്നപ്പോൾ അവൾ അറിയുന്നു, ഡിവൈൻ എമിസറിയെ തിരഞ്ഞ് ആ പാലസിലുള്ള എല്ലാവരും നടക്കുന്നു എന്ന്. അങ്ങനെ എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് മനസ്സിലാവാതെ നോക്കിയ അവൾക്ക് ചുറ്റിനും കുറേ ഡ്രസ്സുകൾ തൂക്കിയിടുന്നത് കണ്ടു. അങ്ങനെ അതിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് ഇട്ട് മന്ത്രിമാരുടെ കൂടെ അവളും നടന്നു.
അതിനിടയ്ക്ക് നമ്മുടെ ഹീറോയിൻ അവിടെ മറന്നു വെച്ച അവളുടെ ബാക്ക് പാക്ക് നമ്മുടെ കിങ്ങിൻ്റെ ബോഡി ഗാർഡിന് കിട്ടുന്നു. അത് അവൻ നമ്മുടെ കിങ്ങിനെ ഏൽപ്പിക്കുന്നു. മന്ത്രിമാരുടെ കൂടെ മീറ്റിങ്ങിന് പോയ നമ്മുടെ ഹീറോയിൻ തിരിച്ച് അവൾ ബാഗ് വെച്ചെടുത്ത് വന്ന് നോക്കുമ്പോൾ അത് കാണാനില്ല. അങ്ങനെ ആ ബാഗും തിരഞ്ഞ് എല്ലായിടത്തും പോയ നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് കിങ്ങിൻ്റെ റൂമിൻ്റെ അടുത്ത് വന്ന് പെടുന്നു. ഇപ്പുറത്ത് നമ്മുടെ രാജാവാട്ടെ അവളുടെ ബാഗിൽ നിന്നും എന്തോ സൗണ്ട് വന്നതറിഞ്ഞ് എടുത്തു നോക്കിയപ്പോൾ അതൊരു മൊബൈൽ ഫോൺ. അത് എന്താണെന്നറിയാതെ അതെന്തോ ഒരു ഭൂതമാണെന്നും പറഞ്ഞ് അതിനെ കൊല്ലാൻ വാളോങ്ങിയപ്പോൾ ഇപ്പുറത്ത് നിന്ന് നമ്മുടെ ഹീറോയിൻ അയ്യോ അരുതേ ഒന്നും ചെയ്യരുതേ എന്ന് അലറുന്നു. അങ്ങനെ അവിടെ നിന്നും അവളെ പൊക്കുന്നു. അവളെ അടുത്തറിഞ്ഞ ഹീറോ, ഇത് നീയല്ലേ ഡിവൈൻ എമിസറി, നീ എന്തിനിവിടെ വന്നു, നീ എങ്ങനെ ഇവിടെ വന്നു, നിന്നെ ആരേലും എന്നെ കൊല്ലാൻ വിട്ടതാണോ എന്ന് ചോദ്യം ചെയ്യുന്നു. അല്ല എന്ന് പറഞ്ഞിട്ടും രാജാവിന് അത് വിശ്വാസമാവുന്നില്ല. പിന്നെയും അവളെ കൊല്ലാൻ ഓങ്ങുമ്പോൾ അവളുടെ മൊബൈൽ ഫോൺ പിന്നെയും നശിപ്പിക്കാൻ നോക്കുമ്പോൾ അവൾ പറയുന്നു, ഞാൻ ഒരു ഡിവൈൻ എമിസറിയാണ്, സാധാരണക്കാരായ നിങ്ങളെക്കാൾ ഒരുപാട് വിവരം എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ രാജാവ് അവളെ പരീക്ഷിക്കാൻ നോക്കി. അങ്ങനെ ആ രാജ്യത്ത് തന്നെ ഏറ്റവും ബുദ്ധിമാനായ ഒരു സ്കോളറിനെ വിളിച്ച് അവൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ആ ക്വസ്റ്റ്യൻ കണ്ടപാടെ അവൾക്ക് മനസ്സിലായി അത് പൈത്താഗറസ് തിയറമാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ ക്വസ്റ്റ്യനെ നിമിഷ നേരം കൊണ്ട് സോൾവ് ചെയ്ത് രാജാവിനെ ഏൽപ്പിക്കുന്നു. രാജാവ് അതിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവുകയും അവളുടെ സ്റ്റുഡൻ്റ് ആവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അവൾക്ക് സമ്മാനങ്ങളും നൽകി. അന്ന് തൊട്ട് രാജാവിനെ അവൾ പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മുടെ പൈത്താഗറസ് തിയറം, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് വേണ്ട അവൾക്കറിയാവുന്ന എല്ലാം അന്ന് മുതൽ രാജാവിനെ അവൾ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ രാജാവ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രാജാവിൻ്റെ ഉള്ളിൽ ഇവളീ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ കള്ളമാണോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല. ഈ ലോകത്തു നിന്നും നമ്മുടെ ഹീറോയിന് എസ്കേപ്പ് ആവാൻ പറ്റുമോ, അതോ ഇവിടെ അവൾ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നറിയാൻ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നോക്കാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.